PFIയുടെ ചില നിർണായക വിവരങ്ങൾ കൂടി ഈ സമയത്ത്, അതായത് PFI നടപ്പിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ചില ഗൗരവമായ കാര്യത്തിന്റെ ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് NIA പിടികൂടിയതിനു ശേഷമാണ് ഈ ഒരു വിവരം കിട്ടുന്നത്. ഈ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണം എന്നുള്ളത് RSSന്റെ ഒരു എന്താ പറയുക വല്ലാത്തൊരു അവരുടെ ഒരു അജണ്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങളും മാധ്യമങ്ങളിൽ ചർച്ച നടത്തുന്നവരും ഒക്കെ ഘോരമായി കിടന്ന് വിളിക്കുന്നത് കാണാം. അവിടെയാണ് 2047 ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാനായി കേരളത്തിൽ നിന്ന് വരെ ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ പിടിക്കപ്പെട്ടയാൾ പറയുന്നത്. നമ്മൾ എങ്ങനെ ഇത്, അതായത് 2047 ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും എവിടെയൊക്കെ ഇരുന്ന് ആരൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ? ശരിക്കും അങ്ങനെ വേണം കരുതാൻ. ഇയാളെന്ന് പറയുമ്പോൾ ഈ പിടികൂടിയ ആളുടെ പേര് മൊയ്തീൻ കുട്ടി, അതായത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി മേഖലയിലാണ് ഇയാൾ താമസിച്ചത്. അപ്പോൾ ഇയാൾക്കെതിരെ ഇത് 4 വർഷം മുമ്പാണ് കേസെടുത്തത്. ഇയാൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കായിക ആയുധ പരിശീലകൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് കായിക പരിശീലനം നൽകും. ഇപ്പോൾ കരാട്ടെ, കുംഫു പോലെയുള്ള പരിശീലനങ്ങൾ, അതുപോലെ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള പരിശീലനം, ഇതൊക്കെ നൽകുന്ന ആ ഒരു എന്താ പറയുക ഇൻസ്ട്രക്ടർ എന്ന രീതിയിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഇയാൾക്കെതിരെ കേസെടുക്കുന്നു. അങ്ങനെ ഈ PFIയുടെ ആൾക്കാരൊക്കെ റെയ്ഡ് ചെയ്യുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഇയാളുടെ വീട്ടിലൊക്കെ റെയ്ഡ് നടത്തി. NIA നിരവധി രേഖകളൊക്കെ പിടിച്ചെടുത്തു. പക്ഷേ ഇയാളെ പിടികൂടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെടുമ്പാശ്ശേരിയിലേക്ക് ഇയാൾ വരുന്നു എന്നുള്ള വിവരം അറിയാം. അങ്ങനെ നെടുമ്പാശ്ശേരിയിൽ വെച്ച് വളരെ രഹസ്യമായിട്ട് NIA ഇയാളെ പിടികൂടി. ഈ പിടികൂടാൻ തന്നെ കാരണം ഇയാളുടെ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് നാട്ടിലെത്തി പാസ്പോർട്ട് പുതുക്കി ഒരുപക്ഷെ പോകാനായിരിക്കും. UAEയിൽ നിന്നാണ് ഇയാൾ വന്നതെന്നാണ് പറയുന്നത്. ഇയാൾക്കെതിരെയുള്ള മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞാൽ RSS പ്രവർത്തകനായിട്ടുള്ള ശ്രീനിവാസനെ കൊലപ്പെടുത്തി പാലക്കാട്, ഓർമ്മയുണ്ട്? ആ പാലക്കാട്ടെ ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട് ഇയാളെ ആ കുറ്റക്കാരനാണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ആ രീതിയിൽ മുന്നോട്ട് പോയ ഇയാളാണ് ഇപ്പോൾ നേതാക്കൾക്കും അണികൾക്കുമൊക്കെ ആയുധ പരിശീലനം നൽകിയ വ്യക്തിയെ പിടികൂടിയെന്ന് എന്നെ അറിയിക്കുന്നത്. അങ്ങനെ ആയുധ പരിശീലനം നൽകിയ ഒരാളായ ഈ മൊയ്തീൻ കുട്ടിയെ പിടികൂടി എന്ന് പറയുമ്പോൾ നിർണായകമായ മറ്റ് ചില വിവരങ്ങൾ, അതായത് 2047 ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം. ഇത് PFIയുടെ പ്രഖ്യാപിത അജണ്ടയാണ്. അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ ആളുകളെ റിക്രൂട്ട് ചെയ്യണം. ചെറിയ പ്രായത്തിൽ ഇത്തരത്തിൽ മത ഭീകരവാദം അല്ലെ മത തീവ്രവാദമൊക്കെ ഇഞ്ചക്ട് ചെയ്താൽ അതിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് കരുതുന്ന യുവാക്കൾ, അങ്ങനെയുള്ള യുവാക്കളെ പിടിച്ചുകൊണ്ടുവരുന്നു. അവരെ കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് ആയുധ പരിശീലനവും മതപഠന ക്ലാസ്സുകളിലും ഒക്കെ സംഘടിപ്പിക്കുന്നു. അപ്പം മതം ഇഞ്ചക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇവർ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ കേരളത്തിൽ നിന്ന് പോലും അത്തരത്തിലുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ട് രാജ്യമാകമാനം അത്തരത്തിലുള്ള ഒരു വലിയ ഗ്രൂപ്പിനെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുഴുവൻ നേതാക്കളെയും രായ്ക്ക് രാമാനം വന്ന് ഡൽഹിയിൽ നിന്ന് പോലീസ് സംഘം വന്ന് പിടികൂടിക്കൊണ്ടുപോയത്. അന്ന് കേരളത്തിലെ പോലീസ് പോലും ഇത് അറിഞ്ഞിരുന്നില്ല. ഓർമ്മയില്ലേ തന്നെ ആ കാര്യം? 2022 ആ സമയത്തല്ലേ ഇത് നിരോധിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ഉറങ്ങിക്കിടന്നവരെ തന്നെ വെളുപ്പാങ്കാലത്ത് വന്ന് NIA പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ വന്ന് ഇവിടെ അതിന് മുന്നേ കുറച്ച് ദിവസം വന്ന് ഇവിടെ നിരീക്ഷണങ്ങളൊക്കെ നടത്തി ഇവരോടൊപ്പം ജോലി ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇറച്ചിക്കടക്കാരനായിട്ട് വരെയൊക്കെ ഇവരുടെ ജോലി ചെയ്തു, വീട്ടു ജോലിക്കാരനായിട്ടൊക്കെ നിന്ന് NIA അവസാനം ഓരോരുത്തരെ റൌഫിനെയൊക്കെ നിന്ന നിപ്പിൽ കൊണ്ടുപോയെന്നൊക്കെയാണ് പിന്നീട് പറഞ്ഞു കേട്ടത്. ഇപ്പൊ തീഹാർ ജയിലിൽ പലരും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കേൾക്കുന്നത് പലരെയും റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആശയം എന്ന് പറയുന്നത് അക്രമ ജിഹാദ് എന്ന ആശയം പ്രചരിപ്പിക്കുവാനായിട്ട്, അതായത് മറ്റിതര സമുദായത്തിലുള്ള ആളുകളെ ഒക്കെ തീർക്കുക, മുസ്ലിങ്ങൾ മാത്രം മതി എന്നൊരു രീതിയിലേക്ക്, ആ ഒരു രീതിയിലേക്ക് ഇവർ നീങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഈ PFIയുടെ എല്ലാ നേതാക്കളെയും പിടിച്ചില്ല. ഇപ്പൊ നേതാക്കളെ പിടിച്ചാലും ഇതിന്റെ പ്രവർത്തകർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈ ഒരു ആശയം വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. ഇവര് രഹസ്യമായി എവിടെയെങ്കിലും എന്താ ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തുന്നു, ഗൂഢാലോചനകൾ നടത്തുന്നു. എന്താണ് ഇത് ഈ മതരാഷ്ട്രമാക്കാൻ വേണ്ടി ഇന്ത്യയിൽ എന്തെങ്കിലും ആക്രമണങ്ങൾ ഇവർ പദ്ധതി ഇടുന്നുണ്ട്, ഇതൊന്നും ആർക്കും അറിയില്ലല്ലോ. അപ്പൊ ഇതൊരു വല്ലാത്ത ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയല്ലേ? ശരിക്കും യുവാക്കളുടെ തീവ്രവാദ മനോഭാവം വളർത്തുക, അതുപോലെ മതചിന്തകൾ കൂടുതലായിട്ട് ഇഞ്ചക്ട് ചെയ്യുക. അപ്പോൾ അവർക്ക് മതരാഷ്ട്രം എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കുകയാണ്. കാരണം ഗൾഫ് രാജ്യങ്ങൾ കണ്ടോ ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ആശയങ്ങളെക്കാൾ കൂടുതൽ തീവ്രമായ നിലപാടാണ് എല്ലായ്പ്പോഴും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എടുത്തിരുന്നത്. പോപ്പുലർ ഫ്രണ്ടിന് ഇന്ത്യക്ക് മുമ്പിലേക്ക് പോയല്ലോ, സിമി ആയിക്കോട്ടെ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഈ സംഘടനകളുണ്ടല്ലോ. അപ്പോൾ ഇത്തരം സംഘടനകളുടെ ആശയങ്ങൾ എല്ലായ്പ്പോഴും ഇങ്ങനെ പകർന്നു പോകും. അപ്പോൾ ആയുധ പരിശീലനം നൽകുമ്പോൾ തന്നെ യുവാക്കൾക്ക് ഒരു ആയുധ പരിശീലനം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര
ഹരമാണ്. അതുപോലെ തന്നെയാണ് കായിക പരിശീലനം. ഇപ്പൊ വിദ്യാർത്ഥി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നിന്നെ കരാട്ടെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ജൂഡോ പഠിപ്പിക്കുക എന്നൊക്കെ പറയാം, അവർക്ക് ഭയങ്കര ഹരമാണ്. അപ്പൊ ആ ഹരത്തിനോടൊപ്പം തന്നെ ഇഞ്ചക്ട് ചെയ്യപ്പെടുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കേണ്ടത്, നിങ്ങളാണ് ഈ രാജ്യത്തെ സൃഷ്ടിക്കേണ്ടത്. അപ്പൊ അവരിൽ ഓരോരുത്തരിലും ഈ സാധനത്തിന്റെ ഒരു ആവേശം കൂടിക്കൂടി വരും. അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് RSS പ്രവർത്തകനായ ശ്രീനിവാസനെ പാലക്കാട്ടെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ആ പാലക്കാട്ടെ ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തണമെങ്കിൽ അന്നേ അന്വേഷണ സംഘം പറഞ്ഞിരുന്നു, കൃത്യമായി പരിശീലനം ലഭിച്ച, കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിച്ച ആളുകൾ മാത്രമാണ് ഈ കൃത്യം ചെയ്തത്. കാരണം അയാളെ പെട്ടെന്ന് വന്ന് ആക്രമിച്ച് എങ്ങനെയാണോ മരണത്തിന് അയാൾ കീഴടങ്ങേണ്ടത് ആ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത്. അപ്പോൾ ഇയാളെ പോലുള്ള പരിശീലകർ ഈ സായുധ പരിശീലനം നൽകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ആയുധ പരിശീലനം നൽകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണ്? എതിർത്ത് നിൽക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക. അത്തരത്തിലുള്ള ഒരു കൂട്ടം ആളുകളുടെ കൂടെയാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുമ്പോഴോ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളെ പിടികൂടി, അതിന്റെ തലപ്പത്തിരിക്കുന്നവരെ പിടികൂടി. തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ജാഥകളിൽ പങ്കെടുത്ത ബാക്കി അണികൾ എവിടെ? സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ളവരുണ്ടല്ലോ. ഇപ്പോ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. എന്തായാലും ഇവരൊന്നും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന കൂടെ ഇല്ല. ഇവരിൽ തന്നെ ഏറിയ പങ്കോ SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെ ഇല്ല. എങ്കിൽ അവർ എവിടെ? മറ്റു പാർട്ടികളിലേക്ക് ഇവർക്ക് കയറിയല്ലേ പറ്റുള്ളൂ. അതിന് ഏറ്റവും അനുയോജ്യമായ പാർട്ടി CPM ആണെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇസ്ലാം മതത്തിന്റെ അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ മതത്തിന്റെ വോട്ടുകളൊന്നും CPMന് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴും CPMൽ എങ്ങനെയാണ് ഇത്രയും ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ കടന്നുകൂടുന്നത്? അപ്പോൾ അവരവിടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും വോട്ട് ചെയ്യുമ്പോൾ മറിച്ച് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോഴും കേരളത്തിലില്ലേ? അത് നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കില്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇപ്പൊ ഇന്ന് CR നീലകണ്ഠൻ സാറ് പറയുന്നത് പോലെ CPM ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഇതിന് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിച്ചിരുന്നു. അതിന്റെ വർഷങ്ങളായി അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം വേണമെങ്കിൽ തരാന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ സതീശൻ ഇപ്പൊ ജമാഅത്തെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി പിന്നെ പൗഡറൊക്കെ ഇടിപ്പിച്ച് രംഗത്തിറക്കിയിരിക്കുകയാണ്. അവര് പഴയതല്ല, അവരിപ്പോ ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ ജമാഅത്തെ എന്ന് എത്ര കുളിപ്പിച്ചാലും ഇനി ഗംഗയെ കൊണ്ടുപോയി മുക്കിയെടുത്താലും ഇവരുടെ ഒന്നും ആശയങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവർ പറയുന്നത് എന്താണ്? ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കണം. ഇത് തന്നെയാണ് ജമാഅത്തെയും പറയുന്നത്. ഏകദൈവ വിശ്വാസം, അത് തന്നെയാണ് അവരും പറയുന്നത്. ഈ തീവ്ര സ്വഭാവമുള്ള ആളുകൾ പറയുന്ന നിലപാട് തന്നെയാണ് ജമാഅത്തേക്കുമുള്ളത്. അവര് ശരീഅത്തിനെയാണ് അംഗീകരിക്കുന്നത്, ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല. അവര് മറ്റ് ഇതര മതക്കാർ ഇവിടെ വേണ്ട, മുസ്ലിം രാജ്യം മതി ഇന്ത്യ എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്. സതീശൻ പറയുന്ന അവർക്ക് അങ്ങനെ ഒരു നിലപാടേ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നിലപാടിൽ നിൽക്കുന്നവരാണ് ഈ ജമാഅത്തെയാണ്. CPMൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, കോൺഗ്രസിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇവരുടെ വോട്ട് വാങ്ങിച്ചാണ് രണ്ട് പാർട്ടിക്കാരും ജയിക്കുന്നു എങ്കിൽ ഇപ്പം തുറന്നു പറഞ്ഞുകൊണ്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ നാളെ ജമാഅത്ത് പറയുന്ന കാര്യങ്ങളും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അംഗീകരിക്കണ്ടേ? തീർച്ചയായിട്ടും. ഇവിടെ അക്രമവും ജിഹാദും രാജ്യത്ത് നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഒരു സംഘടന പ്രവർത്തിക്കുന്നു. ആ സംഘടനയിൽപ്പെട്ട ആളുകളുടെ ആയുധ പരിശീലനം നൽകാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് മതചിന്തകൾ വളർത്താനായിട്ട് പരിശ്രമിക്കുന്നു. അത്തരത്തിൽ നേതൃത്വം നൽകിയ ആളുകൾ ഇവിടെ ഒരു റെയ്ഡ് ഉണ്ടാകുമ്പോൾ നേരെ വിദേശത്തേക്ക് കിടക്കുകയാണ്. UAE പോലെയുള്ള രാജ്യത്ത് ഇവർക്ക് ഒളിച്ചു കഴിയാൻ കഴിയുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, നിസ്സാരമല്ല. മാത്രമല്ല ഇവർക്കൊക്കെ സംശയമുള്ളത് കൊണ്ട് തന്നെ NIA അന്ന് നടത്തിയ റെയ്ഡിൽ ഇയാളുടെ വീട്ടിലടക്കം കയറി പരിശോധന നടത്തി. അവിടെ നിന്ന് പല രേഖകളും കണ്ടെടുത്തു. റെയ്ഡ് നടത്തി എന്നൊക്കെ പറയുമ്പോഴും ഇയാൾ സേഫാണ്. ഇപ്പൊ എന്തുകൊണ്ട് ഇയാൾ തിരിച്ചു വരുന്നു? അപ്പോ ആ രാജ്യത്ത് നിൽക്കാൻ കഴിയാത്ത വിധം പാസ്പോർട്ടിന്റെ കാലാവധി തീരുന്നു. ആ പാസ്പോർട്ടിന്റെ കാലാവധി കുറച്ചുകൂടി ഉണ്ടായിരുന്ന ഇയാൾ ഇപ്പോഴും പുറത്തു വരില്ല. അപ്പോൾ കാലാവധി തീർന്നതുകൊണ്ട് നാട്ടിൽ വന്ന് ഈ പാസ്പോർട്ട് പുതുക്കി തിരിച്ചെത്താനുള്ള ഒരു സമയം. പക്ഷെ ആ സമയത്ത് കൃത്യമായിട്ട് NIA വല വീശി. കാരണം എന്തുകൊണ്ടാണ്? ഇവർ നടത്തുന്നത് ജിഹാദി പ്രവർത്തനമാണെന്നും ഇന്ത്യയെ 2047 മുസ്ലിം രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമവും നടത്തിയെന്ന് NIAക്ക് തെളിവ് കിട്ടി. എവിടെ നിന്ന്? മുമ്പ് ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയ PFI പ്രവർത്തകർ, അതിന്റെ നേതാക്കൾ, അതുമായി ബന്ധപ്പെട്ട ആളുകൾ കൃത്യമായിട്ട് മൊഴി കൊടുത്തു. അവർ ഇപ്പോഴും ഈ ജയിലിന് പുറത്തേക്ക് വരാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ്. അപ്പോൾ അവർക്ക് എതിരെയുള്ള കുറ്റാരോപണങ്ങൾ, അവർക്കെതിരെയുള്ള തെളിവുകൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ആലോചിച്ച് നോക്കണം. എന്ന് മാത്രമല്ല ഇയാൾ ഇപ്പോൾ പരിശീലനം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഇയാൾ ആയുധം ഉപയോഗിക്കാനായിട്ട് പരിശീലനം നൽകിയിട്ടുള്ള ആ യുവാക്കളുണ്ടല്ലോ, അവരിപ്പോൾ എവിടെ? അവരും ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിൽ പഠിക്കുകയായിരിക്കാം, ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരിക്കാം, ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഒളിഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയായിരിക്കാം. ഒരാവശ്യം വന്നാൽ ഇവർ വീണ്ടും രംഗത്തേക്ക് ഇറങ്ങില്ലേ? അതുകൊണ്ടാണ് NIA പറയുന്നത് ഇത്തരത്തിൽ പരിശീലനം നൽകിയ, ഇത്തരത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പല ആളുകളും ഇപ്പോഴും ഒളിവിലുണ്ട്. അവർ ഇവിടേക്ക് വന്നാൽ പിടികൂടിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും UAEൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഈ പറയുന്ന മൊയ്തീൻ കുട്ടിയെ പിടികൂടിയതോടുകൂടി കായിക ആയുധ പരിശീലകരുടെ ഒരു ലിസ്റ്റ് തന്നെ ഇപ്പോൾ
NIA തയ്യാറാക്കി. അതിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ പിടികൂടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മറ്റു പലരും പല ജില്ലകളിലായി ഉണ്ടായിരിക്കാം. അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അതെ, ഇതിലൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും ഇതൊരു വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. വളരെ എന്താ പറയുക, കൃത്യമായി NIA മുന്നോട്ട് സഞ്ചരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ അവർ ചിന്തിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ BJP ഇപ്പോൾ 2014 ശേഷം നമുക്കൊരു പക്ഷേ അക്കാര്യത്തിൽ രാജ്യയുടെ സുരക്ഷയുടെ കാര്യത്തിൽ നമുക്കൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ഭയം വേണ്ടായിരിക്കാം. പക്ഷേ UPA സർക്കാർ വന്നാൽ PFIയുടെ നിരോധനം മാറ്റിയേക്കാം. അങ്ങനെയാണ് എങ്കിൽ പല തീവ്രവാദ ശക്തികളും ഇന്ത്യയിൽ കയറി മേയാം. ഇന്ത്യയുടെ സുരക്ഷയെ തന്നെ അത് ബാധിക്കുന്ന കാര്യമാണ്. അത് ഗൗരവത്തിൽ തന്നെ കാണേണ്ടതുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.